ഹാലലൂയ. ഡിസംബറിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനുമായി നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ കുതിർന്ന് ജീവിക്കുവാൻ നവംബറിലും അങ്ങ് സഹായിച്ചല്ലോ. അതിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹത്തിന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കും സമൃദ്ധിക്കും എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും കർത്താവെ എല്ലാത്തിനുമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവെ. പലരും വീണുപോയപ്പോഴും ഞങ്ങളെ വീണാതെ കർത്താവിൻ്റെ കൃപയിൽ അങ്ങ് താങ്ങിയല്ലോ. അതിനായി നന്ദി പറയുന്നു. കരുതലിനായി നന്ദി പറയുന്നു. സ്നേഹത്തിനായി നന്ദി പറയുകയാണ് കർത്താവെ. ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് കാത്തു പരിപാലിച്ചല്ലോ. അതിനായി നന്ദി പറയുന്നു. ആരോഗ്യത്തെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മുൻപായി വന്നിട്ടുള്ള പരീക്ഷകളിൽ ജയിക്കുവാനുള്ള കൃപയും ശക്തിയും അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. ക്ഷമിക്കുവാനുള്ള കഴിവ് കർത്താവെ, സകലത്തെയും സഹിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് തന്നല്ലോ. അതിനായി നന്ദി പറയുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ നവംബറിലെല്ലാം കർത്താവെ കൂടെ നടന്ന് ഞങ്ങളെ സഹായിച്ച ഓരോരോ വ്യക്തികൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോരോ കൂട്ടായ്മയ്ക്കുമായി നന്ദി പറയുന്നു. എല്ലാത്തിനുമായി നന്ദി പറയുന്നു കർത്താവെ. നല്ല കുടുംബവും കർത്താവെ, നല്ല കുടുംബജീവിതവും അതേപോലെ നല്ല ആരോഗ്യവും ആയുസ്സും എല്ലാം തന്നല്ലോ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അതേപോലെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി മുൻപിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വഴിവാതിലുകളെ ദൈവം തുറന്നല്ലോ. അതിനായി നന്ദി പറയുകയാണ് കർത്താവെ. കഴിഞ്ഞ മാസങ്ങളിൽ കഷ്ടത അനുഭവിച്ച ഓരോരുത്തരെയും ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. അവരുടെ കഷ്ടതയിലും ദുരിതത്തിലും കർത്താവെ, അവരെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും അവരുടെ ഹൃദയങ്ങളെ താങ്ങി നിർത്തുമാറാക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു. കൂടുതൽ അവരോട് ഇനിയും കർത്താവ് അടുത്ത് ചെന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ട ബലവും ധൈര്യവും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാത്തിനുമായി ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാത്തിനെയും സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവെ. സകലവിധ നന്മകൾക്കും സകലവിധ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവ്. കരുതിയല്ലോ ഒരാളെയും കർത്താവ്, ഒരാളുടെ മുൻപാകെയും കർത്താവെ ഞങ്ങളൊരു അപമാന പാത്രമാക്കാതെ കർത്താവെ ജയാളികളാക്കി നടത്തിയല്ലോ കർത്താവെ. ഞങ്ങളുടെ പ്രവൃത്തിയോ ഞങ്ങളുടെ പ്രാർത്ഥനയോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ല കർത്താവെ. അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ കരുതലാണ് കർത്താവെ. അങ്ങ് ഞങ്ങളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും മഹാദയക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ് കർത്താവെ. ഹല്ലേലൂയ. സകലത്തിനും നന്ദി പറയുന്നു യേശുവിൻ്റെ. ആമേൻ, ആമേൻ. കർത്താവെ, ഡിസംബറിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഞങ്ങളുടെ കുടുംബം എല്ലാത്തെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ തന്നെ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് കർത്താവെ, ഈ ഡിസംബറിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ കുതിർന്നൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പർപ്പസിലേക്ക് നടത്തുന്നൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ പദ്ധതികളും അങ്ങയുടെ ഇഷ്ടങ്ങളും നിറവേറ്റുന്നൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഡേ 1 തുടങ്ങി ഡിസംബർ 31 വരെ കർത്താവെ, അങ്ങ് ഞങ്ങളെ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കർത്താവ് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കർത്താവെ, ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിനം തോറും അങ്ങയുടെ വചനം വായിക്കുവാനും പഠിക്കുവാനും അങ്ങയുടെ സന്നിധി മുൻപാകെ സമയം ചെലവഴിക്കുവാനും ആത്മാവിൽ കുതിർന്നൊരു ജീവിതവും ഞങ്ങൾക്കുണ്ടാകണമേ. ആത്മാവിൽ സകല കാര്യങ്ങളും ചെയ്തെടുക്കുവാനുള്ള കൃപയും ആത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾക്ക് അധികമായി ഉണ്ടാകണമേ കർത്താവെ. കൃപയിൽ നിന്ന് കൃപയിലേക്ക്, പ്രാർത്ഥിക്കുന്ന അംശത്തിൽ നിന്ന് അടുത്തൊരു നിലവാരത്തിലേക്ക്, അങ്ങയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ അടുത്തൊരു നിലവാരത്തിലേക്ക്, അങ്ങയുമായിട്ടുള്ള സഹിത്വത്തിൽ അടുത്തൊരു നിലവാരത്തിലേക്ക് കർത്താവെ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതിലെല്ലാം അടുത്തൊരു നിലവാരത്തിലേക്ക്. 11th മന്തിൽ നിന്ന് 12th മന്ത് ആയെങ്കിൽ ആ 12th എന്ന് പറയുന്ന നമ്പറിൽ ഒരു ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള സകലതിലും ഒരു ഇൻക്രീസ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ കർത്താവെ. അങ്ങയുടെ രക്തക്കോട്ടയ്ക്കകത്താക്കി ഞങ്ങളെ മറയ്ക്കണമേ കർത്താവെ. അങ്ങയുടെ രക്ഷയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നല്ല ഓട്ടം ഓടുവാൻ എല്ലാം കർത്താവ് ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ആലോചിച്ചത്, ദൈവ പദ്ധതി ഇട്ടത് അതെന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, മുടക്കുകളെ ഞങ്ങളിപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. അത് ഈ മാസം
11 മാസവും നടക്കാത്തത് ഈ 12ാമത്തെ മാസത്തിൽ കർത്താവ് ഏറ്റവും ലാഘവത്തോടു കൂടി ചെയ്യുവാനുള്ള കൃപയും കരുണയും ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഒരു തടസ്സവും ഞങ്ങളുടെ മുൻപാകെ നിൽക്കാതിരിക്കേണ്ടതിന് കർത്താവ് ഞങ്ങൾക്ക് പരിചയം കോട്ടയമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശക്തിയേറിയ ദൂതന്മാരെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി അങ്ങ് കാവൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന സകല നന്മയും അങ്ങയുടെ രക്തക്കോട്ടയ്ക്കകത്താക്കി മറയ്ക്കുന്നു കർത്താവ്. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ മേൽ കൃപയെ അങ്ങ് ചൊരിയണമേ, ആത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉറ്റവർക്കും ഉടയവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അയൽപ്പക്കത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കണ്ണുനീരുകളെ ഒപ്പേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകൾക്ക് മാറ്റം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളെ അങ്ങ് എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയോത്സവമായി കൊണ്ടാടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കൂടിയിരിക്കണമേ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ നാളുകളിൽ കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ ചെലവഴിക്കുവാനുള്ള കൃപയും ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളിലേക്ക് നല്ല പ്രവർത്തികളെ തുടങ്ങിയവൻ അത് അവസാനിപ്പിക്കുവോളം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിലും അങ്ങയുടെ അമിതബലത്തിലും ഞങ്ങളിപ്പോൾ ആശ്രയിക്കുകയാണ് കർത്താവെ. അങ്ങിൽ ഞങ്ങൾ അഭയം ചൊല്ലുകയാണ് കർത്താവെ. ഡിസംബറിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ് കർത്താവെ. ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം ആവശ്യമാണ് കർത്താവെ. അങ്ങയുടെ കൂട്ടായ്മ ആവശ്യമാണ് കർത്താവെ. വി ലവ് യു ജീസസ്. സകലത്തിനുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഡിസംബർ മാസത്തെ അങ്ങ് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മാസം വചനമാണ് ഫിലിപ്പിയർ 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കരുതട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ തുടക്കം മുതൽ അവസാനം വരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കൂടെയിരിക്കും. ആമേൻ, ആമേൻ.